Hi everyone, Assalamu alaikum. Welcome to Trips and Treats. ഇന്ന് ഞാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പോപ്കോൺ ഇഷ്ടപ്പെടാത്ത മക്കളില്ല, എല്ലാ മക്കൾക്കും പോപ്കോൺ ഇഷ്ടമാണ്. മാത്രമല്ല വലിയവർക്കായാലും പോപ്കോൺ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പോപ്കോൺ എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. കാരമൽ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ബ്രെഡ് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കാരമൽ സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര കാരമലൈസ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഏകദേശം കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലും റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് പീസസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബ്രെഡ് പീസസുമായി കാരമൽ സോസ് ഒന്ന് കോട്ട് ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വലിയ പാൻ എടുത്ത് വെച്ചത്. അപ്പോൾ നിങ്ങളും കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാൻ എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ കാരമൽ ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി കാരമൽ ബ്രെഡ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പോപ്കോൺ കഴിക്കുന്ന പോലെ തന്നെ ചെറിയ ചൂട്ടോടെ വേണം കഴിക്കാനായിട്ട്. ബ്രെഡൊക്കെ വാങ്ങിച്ച് ബാക്കിയാവുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.